ഹലോ ഗായ്സ്, നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വറുത്തരച്ച കടച്ചക്ക കറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ വലിയൊരു തക്കാളിയും കുഞ്ഞുള്ളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു 10 കുഞ്ഞുള്ളി, ഒരു ചെറിയ കഷ്ണം സവാളയും 2 പച്ചമുളകും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് പിന്നെ കടച്ചക്ക കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കുക. കടച്ചക്ക അരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നിറം മാറും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ മതി, അപ്പോൾ തന്നെ വേവ് കിട്ടും. എന്നിട്ട് വേവിച്ചെടുത്തിട്ട് അതിലോട്ട് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും വലിയ ജീരകവും കുറച്ച് കറിവേപ്പില 2 പച്ചമുളകും കുഞ്ഞുള്ളിയും നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് അത് ചൂടാറിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. മുളക് പൊടി ചേർക്കുമ്പോൾ നോക്കണം, പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ വെന്ത് വന്ന കടച്ചക്കയിലോട്ട് ഈ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ച് പിന്നെ ലാസ്റ്റ് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് വറുത്ത് ചേർത്താൽ നല്ല കിടിലൻ കറി റെഡി ആയിട്ടോ. എനിക്കിത് കഴിക്കുമ്പോൾ ഒരു നോൺ വെജിൻ്റെ ഫീൽ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.